ബലാത്സംഗമടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ PR സുനുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. DGP-യാണ് ഈ ഉത്തരവിട്ടത്. പോലീസ് ആക്ട് 86 പ്രകാരമുള്ള നടപടിയാണ് ഈ പിരിച്ചുവിടൽ. വിവരങ്ങളുമായി അശ്വതി AT ചേരുന്നു. അശ്വതി, നേരത്തെ തന്നെ നിരവധിയായ പരാതികൾ PR സുനുവിനെതിരെ രംഗത്ത് ഉണ്ടായിരുന്നു. ഇതിൽ അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ പിരിച്ചുവിടാതിരിക്കാൻ ഉള്ള കാരണം അറിയിക്കണം എന്നതടക്കമുള്ള നടപടികൾ DGP-യുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, ബലാത്സംഗ കേസ് അടക്കം നിരവധി കേസിലെ പ്രതിയാണ് കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷൻ SHO ആയിട്ടുള്ള PR സുനു. ഇയാളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. പോലീസ് ആക്ട് 86 പ്രകാരമാണ് ഈ നടപടി. അതായത് കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടാനുള്ള വകുപ്പാണ് ഇത് പ്രകാരമാണ് ഇപ്പോൾ PR സുനുവിനെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ വകുപ്പ് ഉപയോഗിച്ച സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത് എന്ന വീട്ടമ്മയുടെ പരാതിയിലായിരുന്നു ഈ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് PR സുനു വളരെ നാളുകൾക്ക് ശേഷം വാർത്തകളിൽ നിറയുന്നത്. എന്നാൽ തൃക്കാക്കര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കേസിൽ ഒരു ക്ലീൻ ചിറ്റാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുനുവിന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വിഷയത്തിൽ സസ്പെൻഷൻ നടപടികൾ നേരിട്ടിരുന്നുവെങ്കിലും റിപ്പോർട്ട് സുനുവിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുളവുകാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് DGP ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി എടുത്തിരിക്കുന്നത്. ഈ തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്ന സമയത്ത് തന്നെ ഇയാൾ മുളവുകാട് സ്റ്റേഷനിലുണ്ടായിരുന്ന സമയത്തുള്ള ഒരു കേസിനെ സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയുടെ ഭാഗമായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ആ കേസിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ ഇയാളെ പിരിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ഈ ഉത്തരവ് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിരിച്ചുവിടൽ നടപടിയുടെ ഭാഗമായി സുനുവിനോട് നേരിട്ട് ഹാജരാകാൻ DGP നോട്ടീസ് നൽകിയെങ്കിലും ഇയാൾ അതിന് തയ്യാറായിരുന്നില്ല. 15 തവണ വകുപ്പ് തല നടപടിയും 6 തവണ സസ്പെൻഷനും നേരിട്ട ഉദ്യോഗസ്ഥനായിരുന്നു സുനു. അതുകൊണ്ട് തന്നെ തൃക്കാക്കര സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഉണ്ടായ ആ കേസിനെ സംബന്ധിച്ച് പുറത്തു വന്ന സമയത്തും ഇത്രയധികം നടപടികളും സസ്പെൻഷൻ നടപടികൾ അടക്കമുള്ളവ നേരിട്ട ഒരാളെ എന്തുകൊണ്ട് പോലീസ് സേനയിൽ നിലനിർത്തുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കേസിൽ പരിധിയിൽ വന്നിരുന്ന കേസിൽ അദ്ദേഹത്തിന് അയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. സുനു പ്രതിയായ 6 ക്രിമിനൽ കേസുകളിൽ 4 സ്ത്രീ പീഡനത്തിന്റെ പരിധിയിലുള്ളതാണെന്നുള്ളതാണ് ഇതിലെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ വലിയ അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള അതായത് പിരിച്ചുവിടൽ നടപടികളിലേക്ക് അടക്കം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി പിരിച്ചുവിട്ടതിന് ശേഷം ഇയാൾ സ്വാഭാവികമായ മറ്റ് പ്രൊസീജിയറുകളിലേക്ക്, അതായത് നിയമത്തിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വരും. നിയമ നടപടികളെ ഇയാൾ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് പുറമെ 9 തവണ വകുപ്പുതല അന്വേഷണവും ശിക്ഷാ നടപടിയും സുനു നേരിട്ടിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാരണങ്ങൾ ഒക്കെ കൊണ്ട് തന്നെയാണ് സുനുവിനെ സേനയിൽ നിലനിർത്തിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് DGP നേരിട്ട് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത്രയധികം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ഒരാളെ നേരത്തെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും നേരത്തെ ഉയർന്നിരുന്നത്. എന്തായാലും ഇനി നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും സുനു. ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ. കമലേഷ്.